والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ വിശ്വാസിനികളെ, ഈ പ്രഭാഷണം ശ്രവിക്കുന്ന സഹൃദരായ നാട്ടുകാരെ, സഹോദരന്മാരെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ റമളാനിലെ ഒരു മാസക്കാലം നമ്മൾ നേടിയെടുത്ത സംസ്കരണം ഒട്ടേറെ മേഖലകളിൽ നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപെടലിലും ഇടപാടുകളിലും ആളുകളുമൊക്കെയായുള്ള സമ്പർക്കത്തിലുമൊക്കെ നാം മാറ്റിയെടുത്ത കുറേ സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ മനുഷ്യരുമായും ഏറ്റവും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയുണ്ടായി, ആരെങ്കിലും അന്യരെ അല്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരിക്കുന്ന രീതി നിലനിർത്തുകയാണെങ്കിൽ അയാൾ പട്ടിണി കിടക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരാളുടെ നോമ്പ് ഇബാദത്തുകൾ പടച്ചവൻ പരിഗണിക്കുകയേ ഇല്ല എന്നത് പ്രവാചകന്റെ അധ്യാപനമാണ്. മോശപ്പെട്ട വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നവരാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഓരോരുത്തരും ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളുമായി വലിയ അവഗാഹം നേടിയവരാണ്. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പല നിലപാടുകളുമുണ്ട്. അതൊക്കെ ആളുകൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സാമാന്യമായ മര്യാദയാണ്. എന്നാൽ അതിനപ്പുറം അതൊക്കെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന രീതിയിലൂടെ ആകുമ്പോഴാണ് മനുഷ്യന്റെ സ്വഭാവത്തിന്, സംസാര ശൈലിക്ക് മാറ്റമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി നിർദ്ദേശിച്ചു, സംസാരം സൂക്ഷ്മമായിരിക്കണം, വാക്കുകൾ നന്നായിരിക്കണം. ഇത് ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന 2 നാളുകളുണ്ട്. ഞാൻ ഹദീസ് ഒന്നും ഉദ്ധരിക്കുന്നില്ല, സമയം പരിമിതമാണ്, വെയില് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വർഗവാതിലുകൾ തുറക്കുന്ന 2 നാളുകൾ, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും ആ സ്വർഗവാതിൽ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാവരെയും അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഒരു വിഭാഗം ഒഴികെ, ആദ്യം പറഞ്ഞു ഒരു വിഭാഗം, അത് ശിർക്ക് ചെയ്യുന്നവരാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന, അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന ഏറ്റവും കൊടിയ പാപം അള്ളാഹു അനുവദിക്കുന്നില്ല എന്ന വസ്തുത ഇവിടെ കൂടി ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ്.
ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാ റജുലുൻ, ഒരാളുകൂടി ഒഴികെ, ശിർക്ക് ചെയ്യുന്നവന് പുറമെ ഒരാളുകൂടി ഒഴികെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല. എന്താണ് ആ ആളുടെ വ്യത്യാസം? അയാളും അയാളുടെ സഹോദരനുമായി പിണക്കത്തിലാണ്. അയാളും അയാളുടെ രക്തബന്ധമുള്ള ആളുകളുമായി, അയാളും അയാളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി, അയാളും അയാളുടെ സംബന്ധത്തിൽപ്പെട്ട ആളുകളുമായി, അയാളും അയാൾ നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടുവരുന്ന ആളുകളുമായി, അയാളും അയാളുടെ അയൽവാസിയുമൊക്കെയായി പിണക്കത്തിലാണ്, പ്രതിഷേധത്തിലാണ്, നീരസത്തിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെയും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, മനുഷ്യന്മാർ തമ്മിൽ എങ്ങനെ ചേർന്ന് നിൽക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങളിലൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. നാം തിരിച്ചറിയേണ്ടത്, വിശുദ്ധ റമദാൻ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ഖുർആൻ ഇറങ്ങി എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഖുർആൻ? ഖുർആൻ ഇറങ്ങി എന്നുള്ളതിന് ഒരു മാസക്കാലം നമ്മൾ പട്ടിണി കിടന്ന് നമ്മുടെ സ്വഭാവം സംസ്കരിച്ചുകൊണ്ട് മാറേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം ആരുടെ മുമ്പിലെങ്കിലും ഉദയം ചെയ്യുന്നുവെങ്കിൽ അവർ അറിയണം, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അക്കാലഘട്ടത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഒരു വേള ഇരുണ്ട യുഗത്തിന്റെ ആ തൊട്ടു മുമ്പത്തെ സമയം, അന്നത്തെ ജനങ്ങളെ സംസ്കരിക്കാൻ ഉപയോഗപ്പെട്ടുവെങ്കിൽ ഈ വർത്തമാനകാലത്ത് AI യുഗത്തിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമ്മൾ ഉയർന്നു നിൽക്കുന്ന, നമ്മൾ അങ്ങനെ വിരാജിക്കുന്ന ഇക്കാലഘട്ടത്തിൽ പോലും വിശുദ്ധ ഖുർആൻ നമ്മെ സംസ്കരിക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് വസ്തുത. അവസാനിക്കുന്നില്ല. നമുക്ക് ശേഷവും ഒരുപാട് തലമുറകൾ ഇവിടെ വന്നേക്കാം, ഒരുപാട് ആളുകൾ ഇവിടെ വന്നേക്കാം. നമ്മളൊക്കെ കാണുന്നതിനും അപ്പുറമുള്ള ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കുന്നവരായിരിക്കും അവർ. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും സംസ്കാര സമ്പന്നമായൊരു ജീവിതം വേണമെങ്കിൽ അതിന് ഖുർആൻ അവലംബിക്കുകയേ മാർഗമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ളത് കൊണ്ട് നമ്മളോട് അള്ളാഹുവിന് ആ ഒരു വലിയ അനുഗ്രഹം നൽകിയ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹയിൽ നമ്മൾ നിത്യേനയെന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആന്റെ വചനം, ലോകങ്ങളുടെ സംരക്ഷകനാണ് അള്ളാഹു. അള്ളാഹു എന്ന് പറയുന്നത് ഒരുപാട് ദൈവങ്ങൾക്കിടയിലെ ഒന്ന് മാത്രമല്ല, അത് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ് എന്ന വസ്തുതയാണ്, ശക്തിയാണ് എന്ന വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അക്കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആനിലേക്ക് ഇറങ്ങി വന്നാൽ അതൊക്കെയും മനസ്സിലാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെയും നമ്മുടെ മുൻഗാമികളെയും ഒരുപാട് തലമുറകളായി ഇവിടെ ജനിച്ചു വീണ് മരിച്ചു പോയ തലമുറകളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, അവരെയൊക്കെ സൃഷ്ടിച്ച ആ നാഥനെ, ഇന്നലെ ജനിച്ചു വളർന്ന കുഞ്ഞിനെ മാത്രമല്ല, ലോകം തുടങ്ങും മുമ്പ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആരാധിക്കുന്നത്. ദോഷമില്ലാത്ത സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവിധത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ജീവിതം തന്നിരിക്കുന്നത്, നമുക്ക് മരണം തന്നിരിക്കുന്നത്. ഇവിടെ ചിരഞ്ജീവിയായി ജീവിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ ഉള്ള ഓരോ മനുഷ്യനും മരിച്ചു പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ ജീവിതവും ഈ മരണവും, ഈ ജീവിതത്തിനും മരണത്തിനും ഇടയില്ല ഒരുപാട് പ്രയാസങ്ങൾ
അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഒരു പരീക്ഷണാർത്ഥമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അപ്പോൾ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുകയാണോ? വെറുതെ സൃഷ്ടിച്ചത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ സുഖിച്ച് ആസ്വദിച്ച് ആർമാദിച്ച് ജീവിച്ചങ്ങനെ മരിച്ചു പോവുക എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? തെറ്റാണ് ആ ധാരണ. ഇവിടെ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, പണമുള്ള ആളുകൾ സുഖലോലുപരായി ജീവിക്കുന്നു. എന്നാൽ അവർ മാത്രമല്ലല്ലോ മനുഷ്യരായി ഇവിടെയുള്ളത്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കാൻ പോലും വഴിയില്ലാതെ, ഇനി ജീവിക്കാൻ വഴി അന്വേഷിക്കണമെങ്കിൽ ആരോഗ്യം സമ്മതിക്കാതെ കിടന്ന കിടപ്പിൽ മൂത്രം പോലും ഒഴിച്ചു പോകുന്ന അവസ്ഥയിൽ എത്ര ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. അവർക്കൊന്നും സുഖിക്കണ്ടേ? അവർക്കൊന്നും ആസ്വദിക്കണ്ടേ? അവർക്കൊന്നും ഇല്ലാത്ത ആസ്വാദനം കുറച്ചു പേർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണോ ജീവിത ലക്ഷ്യം? അല്ല. അവരും നന്നായി ജീവിക്കാൻ കഴിവുള്ളവരും ഒക്കെ തന്നെ തിരിച്ചു പോകുന്ന ഒരു ലോകത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആ ലോകത്തെ തിരിച്ചറിയണം. അത് മരണശേഷം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ ഏറ്റവും നല്ല ബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കണം. അതിൽ മർമ്മപ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. നമുക്കറിയാം, നൂറുകണക്കിന് വൃദ്ധസദനങ്ങൾ ഇങ്ങനെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. പ്രിയപ്പെട്ടവരെ, അറിയണം, മാതാപിതാക്കൾ വൃദ്ധരായി, അവശരായി, ക്ഷീണിതരായി, എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസരത്തിൽ അവരോട് വലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. അവരോട് നേർത്ത മുഷിപ്പിന്റെ ഒരു നോട്ടം പോലും അവരുടെ നേരെ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അവരെ സംരക്ഷിക്കുന്നത് ജിഹാദിന് തുല്യമാണ്, സമരത്തിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്രമേൽ മാതാപിതാക്കളെ ഒരു സന്ദർഭത്തിൽ നമ്മളെ താലോലിച്ച് വളർത്തി നമുക്ക് വേണ്ടുന്നതൊക്കെ ഇന്നവർ അവശരാണ്, ഇന്നവർ ക്ഷീണിതരാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കണം, താലോലിക്കണം. അവരുടെ മരണം വരെ അവർക്കൊരു പോറൽ പോലും, മാനസികമായ ഒരു ക്ഷീണം പോലും ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ അവരെ സംരക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഈ പേരിൽ എല്ലാ മനുഷ്യന്മാരും ജീവിക്കാൻ തയ്യാറായാൽ ഇവിടെ വൃദ്ധസദനങ്ങൾ വേണ്ടിയിരുന്നില്ല, ഇവിടെ അത്തരത്തിലുള്ള ഒരു അഭയകേന്ദ്രവും വേണ്ടിയിരുന്നില്ല. വീട്ടിൽ മക്കൾ തന്നെ മാതാപിതാക്കളെ സ്നേഹിച്ച് സംരക്ഷിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മാത്രമല്ല, ഭാര്യാഭർത്തൃബന്ധം ചില നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് മുറിഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്. ചെറിയ വിഷയങ്ങളിൽ അങ്ങനെ ഊതി വീർപ്പിച്ച് തകർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുടെ കഥകൾ നമുക്കറിയാം. ഭാര്യാഭർത്തൃബന്ധം എന്നുള്ളത് പവിത്രമാണ്, വിശുദ്ധമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഈമാൻ പൂർത്തിയായ മനുഷ്യൻ ആരാണെന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. അവൻ സൽസ്വഭാവിയായ മനുഷ്യനാണ്. എന്താണ് ആ സൽസ്വഭാവിയായ മനുഷ്യന്റെ സവിശേഷത? ഖിയാറുക്കും നിസായിക്കും, അവൻ സ്വന്തം ഭാര്യയെ, സ്ത്രീകളെ സംരക്ഷിക്കുന്നവനും നന്നായി നോക്കുന്നവനുമാണ്. വെറുതെ വേദനിപ്പിച്ച്, വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കി, അകന്ന് അടിച്ച് അങ്ങനെ ജീവിക്കേണ്ടവനല്ല വിശ്വാസി എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഇതിനൊന്നും അവസാനിക്കുന്നില്ല. എല്ലാ ആളുകളുമായി ബന്ധത്തിൽപ്പെട്ട ആളുകളുമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയൽക്കാരുമായുള്ള ബന്ധം, അൽ ജാരിദിൽ ഖുർബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൽ ജാരിദിൽ ഖുർബ, ബന്ധുക്കളായ അയൽക്കാർ. നമ്മുടെയൊക്കെ വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളായിരിക്കാം. അവരെയൊക്കെ പരിഗണിക്കണം, അവരോടൊക്കെ സ്നേഹമിശ്രണമായ രീതിയിൽ അവരോടൊക്കെ പെരുമാറണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ തുടർന്നു, വജാരിൽ ജുനുബ്, അന്യരായ അയൽക്കാർ. ആരാണ് അന്യരായ അയൽക്കാർ? നമ്മളൊക്കെ ഒരുപാട് കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ വചനമല്ലേ? അന്യന്റെ വീട്ടിൽ തീ പുകയുന്നില്ലെങ്കിൽ, അവൻ പട്ടിണിയാണെങ്കിൽ
വയറ് നിറച്ചിന്നാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ അന്യരായ അയൽക്കാരെയും ബന്ധുക്കളായ അയൽക്കാരെ മാത്രമല്ല അന്യരായ അയൽക്കാരെയും സ്നേഹം കൊണ്ട് തലോടിക്കൊണ്ടിരിക്കണം ഓരോ വിശ്വാസിയും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അന്യരായ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ ബഹുസ്വര രാജ്യത്ത് പലരും ഉണ്ടാവും, പല മതവിശ്വാസികളും ഉണ്ടാവും. അവരൊക്കെയായി ഇഴചേർന്ന് ഒന്നായി നിന്നുകൊണ്ട് ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് സത്യവിശ്വാസിയിൽ നിന്ന് തന്നെ ഉയർന്നു വരണമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെയുണ്ട്. അവയെ ഒന്നും നിന്ദിക്കരുതെന്നും അവരെയൊന്നും അപമാനിക്കരുതെന്നും ആ വിശ്വാസങ്ങളോട് നമ്മൾ ഇഴുകിച്ചേരാതെ നിൽക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസികളുമായി യോജിച്ചു പോകാവുന്ന ഒരുപാട് മേഖലകൾ, അവരുടെ ആരാധനാലയങ്ങൾ നിങ്ങൾ അനാദരിക്കരുത്, അവരുടെ വിശ്വാസ ആചാരങ്ങളെ നിങ്ങൾ പരിഹസിക്കരുത് എന്നൊക്കെ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് രീതിയിലും മതപരമായ സഹിഷ്ണുതയും മനുഷ്യന്മാർ തമ്മിലുള്ള ഐക്യവുമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഈ നിർദ്ദേശത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അള്ളാഹുവിനെ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ആ ദൗത്യ നിർവഹണം ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെയായി ഏറ്റവും നല്ല സ്നേഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകണമെന്നും വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും ഇല്ല അള്ളാഹു അവനോട് സംസാരിച്ചു കൊണ്ടല്ലാതെ നമ്മളോരോരുത്തരോടും അള്ളാഹു സംസാരിക്കുമെന്നായി പറഞ്ഞത്. അവനും അതായത് ആ സംസാരിക്കുന്നവനും അള്ളാഹുവിനിടയിൽ ഒരു പരിഭാഷകനും ഇല്ലാതെ തന്നെ അള്ളാഹു നമ്മോട് സംസാരിക്കും. എന്നിട്ട് പറയുകയാണ്, അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും, അപ്പോൾ അവൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ അവൻ കാണും. അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും, അപ്പോൾ അവൻ മുൻ ചെയ്തു വെച്ചതല്ലാതെ മറ്റൊന്നും കാണുകയില്ല. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അവന്റെ മുന്നിലേക്ക് നോക്കും, അവന് നരകമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. നരകം മുന്നിൽ കാണുന്ന ഒരവസ്ഥ ഓരോ മനുഷ്യനുമുണ്ട്. അവൻ വിശ്വാസപരമായി ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് വരണം. ഒപ്പം സ്വഭാവപരമായി അവൻ ഉന്നതിയിലേക്ക് വരണം. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. ഒരു ഈത്തപ്പഴയുടെ ചീള് കൊണ്ടെങ്കിലും ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. മരണം എന്നുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഇവിടെ നമ്മൾ നിർവഹിച്ച കാര്യങ്ങൾക്കൊക്കെയും കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ആ കണക്കനുസരിച്ച് രക്ഷയും ശിക്ഷയും ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷക്ക് നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇന്നാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, പ്രവാചകൻ പഠിപ്പിച്ചു. ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന മോശപ്പെട്ട ഒരുപാട് തിന്മകൾ അവയുമായി രാജിയാവരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണമെന്ന് പറഞ്ഞത് ഇவ்விധത്തിൽ നമുക്കാവാവുന്ന വിധത്തിൽ നമുക്ക് കഴിയാവുന്ന വിധത്തിൽ മനുഷ്യരെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന പാഠമാണ്. ദരിദ്രരെ സഹായിക്കണം. ഇവിടെ 2 കളക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഈലാഫിന്റെ ഈദ് സദഖ, ഈദ് സദഖയും ഒന്ന് പാലിയേറ്റീവും. ഇതൊക്കെയും ഇവിടെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ളതാണ്. വിധവകളുണ്ട് ഇവിടെ, യതീമുകളുണ്ട് ഇവിടെ. അവരൊക്കെ വീടുകളില്ലാതെ, വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ, രോഗത്തിന് ചികിത്സ ലഭിക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് ആളുകൾ. അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് നമ്മോടുള്ള കൽപ്പനയാണ്. ആ സഹായത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അതിന്റെ മുമ്പിൽ കണ്ടടച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇബാദത്തുകളൊന്നും പരിഗണിക്കുകയില്ല എന്നാണ് മതത്തിന്റെ നിർദ്ദേശം, കൽപ്പന എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആളുകളുമായി അപവാദം പറഞ്ഞ്, ആളുകളെ കുറ്റപ്പെടുത്തി, പരിഹാസ പേരുകളിൽ ആളുകളെ വിളിച്ച്, പ്രത്യേകിച്ചും ഇലക്ഷൻ വരുന്ന ഒരു സന്ദർഭമാണിത്. നമുക്ക് നിലപാടുകളുണ്ട്, എതിരാളികളുണ്ട്, അനുകൂലികളുണ്ട്. പക്ഷേ ഇലക്ഷന്റെ പോരാട്ടക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ഊർജമുണ്ടല്ലോ, കളവ് പറയരുത്, പരദൂഷണം പറയരുത്, കുറ്റപ്പെടുത്തരുത് എന്നത്,
അതൊക്കെയും മറന്ന് എതിരാളികളെ നിഷ്ഠൂരമായി തേജോവധം ചെയ്യുന്ന സമീപനം, പ്രത്യേകിച്ചും ഈ റമദാനിന്റെ ഒടുവിൽ അല്ലെങ്കിൽ റമദാൻ നമ്മിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ഈ സന്ദർഭത്തിൽ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ രാഷ്ട്രീയ നിലപാട് നമുക്ക് പറയാം, രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കാം, ഒക്കെയുമാവാം. പക്ഷേ അതൊരിക്കലും അപവാദ പ്രചരണത്തിന്, ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടുള്ള പോരാട്ടത്തിനാവരുത് എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അവിധത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ഒന്നാവണം, നമ്മൾ നന്നാവണം. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചുമായി പറയാനുള്ളത്. കളവ്, പരദൂഷണം, ഫിത്ന, അക്രമം, ഗുണ്ടാ കൊട്ടേഷൻ നമ്മൾ കണ്ടു ഒരു മനുഷ്യനെ പട്ടാപ്പകൽ ഒരാരെയും ഭയപ്പെടാതെ കൊന്നൊടുക്കുന്നത്. അയാളൊരു ഗുണ്ടയായിരുന്നു, അമ്മയുടെ മുമ്പിൽ വെച്ച് മകനെ കൊന്നവനാണ്. ആ മനുഷ്യനെ കുറെ ആളുകൾ വടിവാളുമായി കൊല്ലുന്നു. എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ? ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ കുറച്ച് കാശ് കൊടുത്ത് ഇന്നാളെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ലോകമാണ്! ഈ ലോകം നന്നാവേണ്ടതുണ്ട്. ഈ ലോകം നന്നാവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ നന്നാവാനുള്ള കൽപ്പനയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ അറിയണം, ഖുർആനെ അറിയണം. മനുഷ്യ സാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃകകൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക അനുസരിച്ച് ഓരോരുത്തരും വിശ്വാസ കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൂടിച്ചേരലും ഈ ഇരുത്തവും ഒക്കെ സ്വാലിഹായ ഒരു അമലായി, ഒരു പുണ്യകർമ്മമായി കാരണവാനായ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.